മന്ത്രി കെ ബാബുവിനെതിരായ ത്വരിത പരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന്. ബാബുവിനെതിരായ 2 സാക്ഷിമൊഴികൾ വിജിലൻസ് പരിഗണിച്ചില്ല. വിവരങ്ങളുമായി ജീവൻ ചേർന്നുണ്ട്. ജീവൻ, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നാൽ? സൗമ്യ, എൻ്റെ കയ്യിലിരിക്കുന്നത് വിജിലൻസിൻ്റെ QV റിപ്പോർട്ടാണ്, ത്വരിത പരിശോധന റിപ്പോർട്ടാണ്. കെ ബാബുവിനെതിരായി വിജിലൻസിൻ്റെ എറണാകുളം യൂണിറ്റ് DYSP MN രമേശ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ പ്രധാനമായും കെ ബാബുവിന് 10 കോടി രൂപ കൈക്കൂലി നൽകി എന്നതായിരുന്നു ആക്ഷേപം. സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി അതിൻ്റെ 50 ലക്ഷം രൂപ താൻ നേരിട്ട് കൈമാറി എന്നതായിരുന്നു ബിജു രമേശിൻ്റെ ആരോപണം. താൻ ഈ പണം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യും ഒപ്പം തൻ്റെ സെക്രട്ടറി തൻ്റെ ഫിനാൻസ് മാനേജർ രാധാകൃഷ്ണനും ഒപ്പം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് റഫീസും ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബിജു രമേശിൻ്റെ മൊഴി. ഈ ബിജു രമേശ് കോടതിയിൽ, വഞ്ചൂർ കോടതിയിൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2 കൊടുത്ത രഹസ്യമൊഴിയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധന വേണ്ടി വന്നത്. ഈ റിപ്പോർട്ടിലുടനീളം 22 പേജുള്ള ഈ റിപ്പോർട്ടിലുടനീളം ബിജു രമേശിൻ്റെ മൊഴിയെയും ഖണ്ഡിക്കാനും അതോടൊപ്പം സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുമാണ് വിജിലൻസ് ശ്രമിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ മൊഴികളായിരുന്നു കെ ബാബുവിനെതിരെ ഉണ്ടായിരുന്നത്. കാരണം 3 പേർ ഈ പണം കൈമാറ്റം ചെയ്യുന്നതിന് കണ്ടു എന്നതിൻ്റെ സാക്ഷികളാണ്. അവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കാൻ വിജിലൻസ് ബോധപൂർവം ശ്രമിച്ചതായി ഈ മൊഴിപ്പകർപ്പ് വായിച്ചാൽ, ഈ QV റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് കാണാനാവും. അതിൽ പ്രധാനമായും ബിജു രമേശ് വിജിലൻസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ് സൗമ്യ. മുഹമ്മദ് റഫീസും രാധാകൃഷ്ണനും ഞാനും കൂടി സെക്രട്ടേറിയറ്റിൽ ചെന്ന് മന്ത്രിയുടെ റൂമിൽ ഉണ്ടായിരുന്ന രാജ്കുമാറിനെ കണ്ടു. ആ സമയം രാജ്കുമാറിനോടൊപ്പം കൃഷ്ണദാസും ധനേഷും ഉണ്ടായിരുന്നു. ഞാൻ രാജ്കുമാറിനോട് ക്യാഷ് കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. രാജ്കുമാർ മന്ത്രിയോട് ക്യാഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് പയ്യെ ഏൽപ്പിക്കാൻ പറഞ്ഞു. തുടർന്ന് ഞാനും മാനേജർ രാധാകൃഷ്ണനും മുഹമ്മദ് റസീഫും കൂടി മന്ത്രിയുടെ മുറിയുടെ അടുത്തുള്ള സുരേഷ് പയ്യയുടെ മുറിയിൽ ഈ പൈസ, അതായത് 50 ലക്ഷം രൂപ ഏൽപ്പിച്ചു. തുടർന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. റിമൈൻഡിങ് ദ amount 9.5 crores were delivered the various place by the association leaders. Sri Biju Ramesh does not know who stated that he failed to state this before the magistrate since he gave the statement in connection with the investigation of the bribe case against Sri Mani. ഇതിൽ പ്രധാനമായും സൗമ്യ പറയുന്ന ഒരു കാര്യം, ഈ കേസിലെ ഏറ്റവും നിർണായകമായ സാക്ഷി മുഹമ്മദ് റസീഫിനെ സുരേഷ് പയ്യുടെ ഫോട്ടോ കാണിച്ചു. അതായത് 6 വിവിധ തരത്തിലുള്ള 6 പേരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കാണിച്ചു. എന്നാൽ ആ 6 പേരിൽ നിന്നും സുരേഷ് പൈ ആരാണ് എന്ന് തിരിച്ചറിയാൻ മുഹമ്മദ് റസീഫിന്, അതായത് ദൃക്സാക്ഷിയായ മുഹമ്മദ് റസീഫിന് കഴിഞ്ഞില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിലുടനീളം ഈ 22 പേജിലുടനീളം ഇത്തരമുള്ള കാര്യങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നതെന്ന് ജീവൻ പറയുന്നു. അത് വ്യക്തമാക്കുന്ന മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു മൊഴിയും മറ്റ് 2 സാക്ഷിമൊഴികളും തമ്മിൽ വളരെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് സാധിച്ചെടുക്കാനാണ് വിജിലൻസ് ഈ റിപ്പോർട്ടിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനമായി നിർണായകമായ ഒരു മൊഴി, അത് വിജിലൻസ് വളരെ തൃണവൽഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. കാരണം CD ജോഷി, ജില്ലാ സെക്രട്ടറി, കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ തൃശ്ശൂർ യൂണിറ്റിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ജോഷി കൊടുത്തിരിക്കുന്ന മൊഴി പ്രകാരം 10,000 രൂപ വീതം ഓരോ ബാർ ഉടമയിൽ നിന്നും പിരിച്ചതായി തനിക്കറിയാം. അത് മന്ത്രിമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പിരിച്ചത് എന്ന് ജോഷി മൊഴി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അഡ്വക്കേറ്റ് ഷൈൻ, അദ്ദേഹവും ഒരു സെക്രട്ടറിയാണ്, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം പിരിച്ചതായി തനിക്ക് അറിവുണ്ട്. ഇതിനായി കുറച്ച് ചെലവ് വരുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. സൗമ്യ,
നമുക്കറിയാം ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ വലിയ തർക്കങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങിയതാണ്. അതായത് മാണിയുടെ കേസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റായ തെളിവുകൾ ബാബുവിന്റെ കേസിലുണ്ട്. പക്ഷേ അവിടെ കൃത്യമായി തന്നെ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമം നടന്നു. ആദ്യഘട്ടത്തിൽ മാണിയെ കൈവിടാനുള്ള ഒരു ശ്രമം നടന്ന സാഹചര്യത്തിൽ മാണി തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് അതിലൊരു ചെറിയ അയവ് വരുത്തുന്നു. വിജിലൻസുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഒരുപക്ഷെ അത്തരം ആരോപണങ്ങളെ കൂടുതൽ ശരിവെക്കുന്നതല്ലേ? മാണിയുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ സ്റ്റേണായ തെളിവുകൾ ബാബുവിന്റെ വിഷയത്തിൽ ഉണ്ട്. അതിനെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം, ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു സാഹചര്യം ഒക്കെ വ്യക്തമായി ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ ജീവൻ? വിജിലൻസ് ഇതിൻ്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക്, മൊഴിയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നത് സൗമ്യ വ്യക്തമല്ല. കാരണം പ്രധാനമായും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ സാക്ഷിമൊഴിയാണുള്ളത്. 50 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് താൻ കൈമാറി. അത് താൻ നേരിട്ടാണ് കൈമാറിയത്. താൻ കൈമാറുമ്പോൾ അവിടെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, തന്നോടൊപ്പം തൻ്റെ ഫിനാൻസ് സെക്രട്ടറി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, തൻ്റെ ഫിനാൻസ് മാനേജർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് റമീസും ഉണ്ടായിരുന്നു എന്നാണ്, റസീഫും ഉണ്ടായിരുന്നു എന്നാണ് ബിജു രമേശ് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയിൽ ബിജു രമേശ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2013 ലൈസൻസ് ഫീ 23 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷമാക്കി ഉയർത്താൻ ആദ്യം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തുടർന്ന് ബാർ ഉടമകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇത് 23 ലക്ഷമാക്കി തന്നെ നിജപ്പെടുത്തുകയും ചെയ്തു. അതിന് ആധാരമായി അവർ പറയുന്നത് എക്സൈസ് കമ്മീഷൻ അടക്കം പങ്കെടുത്തിട്ടുള്ള ടാക്സ് സെക്രട്ടറി അടക്കം പങ്കെടുത്തിട്ടുള്ള കമ്മിറ്റിയുടെ മിനിറ്റ്സ് ആണ്. ഈ മിനിറ്റ്സിൽ അപ്രകാരം പറയുന്നില്ല എന്നാണ് വിജിലൻസ് പറയുന്നത്. എന്നാൽ കൂട്ടാൻ മന്ത്രിസഭ തത്വത്തിൽ തീരുമാനിക്കുകയും അത് ബാർ ഉടമകളെ മന്ത്രി കെ ബാബു നേരിട്ട് അറിയിക്കുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് വിജിലൻസ് ബാബുവിനെ കുറ്റവിമുക്തനാക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാരണം ഒരു ബാർ ഉടമയ്ക്ക് 7 ലക്ഷം രൂപ നഷ്ടമുണ്ടാകുമായിരുന്ന ഒരു കാര്യം കേവലം 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തപ്പോൾ നടപ്പിലാക്കി കൊടുത്തു എന്നുള്ളതാണ് ബിജു രമേശ് തൻ്റെ ആരോപണത്തിലൂടെ പറയുന്നത്. ഇതിനായി താൻ 50 ലക്ഷം രൂപ കൈമാറി. 50 ലക്ഷം രൂപ കൈമാറുന്ന സമയത്ത് തന്നോടൊപ്പം 2 സാക്ഷികൾ ഉണ്ടായിരുന്നു. പണമടങ്ങിയ ബാഗ് താൻ ബാബുവിൻ്റെ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ബാബു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ സുരേഷ് പൈയോട് ഈ ബാഗ് തൻ്റെ കാറിൽ കൊണ്ടുവെക്കാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം സുരേഷ് പൈ കൊണ്ടുവെക്കുകയും ചെയ്തു. ബിജു രമേശ് കൊണ്ടുപോയ ബാഗ് സുരേഷ് പൈയുടെ കയ്യിൽ, പണമടങ്ങിയ ബാഗ് സുരേഷ് പൈ കാറിൽ കൊണ്ട് വെക്കുന്നത് കണ്ടു എന്ന് വളരെ കൃത്യമായി 3 സാക്ഷികളും മൊഴി പറഞ്ഞിട്ട് ആ മൊഴിയുടെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കാൻ എന്തുകൊണ്ട് സാക്ഷികളെ വേണമെങ്കിൽ വിജിലൻസിന് സാക്ഷികളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാം. അതൊന്നും ചെയ്യാതെ ബാബുവിനെതിരെ ഇതിൻ്റെ കൺക്ലൂഷൻ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് എം.എൻ. രമേശിൻ്റെ കൺക്ലൂഷൻ റിപ്പോർട്ട് ഇതാണ്: നോ നീഡ് ടു രജിസ്റ്റർ എ കേസ് അഗെയിൻസ്റ്റ് ദ എസ് ഒ ഓൺ ദ ബേസിസ് ഓഫ് 164 സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദ റെഫറൻസ്. അതായത് ബാബുവിനെതിരെ CRPC 164 മൊഴിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള കേസുകളും എടുക്കേണ്ടതില്ല എന്ന് എം.എൻ. രമേശ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന SP ആൻ്റണിയും അത്തരത്തിലുള്ള കൺക്ലൂഷനാണ് വിജിലൻസ് ഡയറക്ടർക്ക് സബ്മിറ്റ് ചെയ്തത്. ഡയറക്ടർ ഈ ഫയൽ ക്ലോസ് ചെയ്യാനും പറഞ്ഞിരിക്കുന്നു. തികച്ചും സംശയാസ്പദമാണ്. ജീവൻ, ബിജു രമേശിന്റെ 164ലും കൃത്യമായി തന്നെ ബാബുവിന്റെ വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ റസീഫ് അടക്കമുള്ളവരുടെ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഭായിയുടെ പിക്ചർ കാണിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന തരത്തിൽ ആ ഒരു വിഷയത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുകയാണോ ചെയ്തത്? ജീവിതത്തിൽ സൗമ്യ, ഇതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ വിശകലനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സുരേഷ് പയ്യെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പെട്ടെന്ന് ഓർമ്മയിൽ നിന്നെടുത്ത് പറയുമ്പോൾ 6 വ്യത്യസ്തമായ, അതായത് സുരേഷ് പയ്യെ പോലെ ഇരിക്കുന്ന 6 വ്യത്യസ്തരായ ആളുകളുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചിട്ട് ഇതിലേതാണ് സുരേഷ് പൈ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സാക്ഷിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അന്നേ ദിവസം 3 പേരും അവിടെ ചെന്നിരുന്നു എന്ന് തെളിയിക്കാൻ അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കാം. അവർ കെ ബാബുവുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ എന്നറിയിക്കുന്നതിന് ബാർ ഉടമകളുടെ ടെലഫോൺ റെക്കോർഡുകൾ പരിശോധിക്കാം. SP R സുകേശൻ ചെയ്തത് അതാണ്, M.N. രമേശ് ചെയ്യാതിരുന്നതും അതാണ്. കാരണം സുകേശൻ മാണിയുടെ വീട്ടിലേക്ക് പണവുമായി രാജ്കുമാർ ഉണ്ണി എത്തി എന്നതിന്
ബാർ ഉടമകളുടെ മൊബൈൽ ടവർ ലൊക്കേഷനാണ് ബേസിസ് ആക്കുമ്പോൾ എൻ രമേശ് ഇതിലെവിടെയും ബാർ ഉടമകളുടെ ടെലഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതായി കാണുന്നില്ല. പ്രധാനമായും വിജിലൻസ് പരിശോധിക്കേണ്ടിയിരുന്ന ഒരു ശാസ്ത്രീയ തെളിവ് അതായിരുന്നു. രണ്ട്, എന്തുകൊണ്ട് ഇവർ കള്ളസാക്ഷിയാണ് പറയുന്നതെങ്കിൽ ഇവർ പറയുന്നതിലെ വൈരുദ്ധ്യം തിരിച്ചറിയുന്നതിന് എന്തുകൊണ്ട് ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയില്ല? ശാസ്ത്രീയമായ നിരവധി കാര്യങ്ങൾ അവലംബിക്കാമെന്നിരിക്കെ അത്തരം കാര്യങ്ങളിലൂടെ വിജിലൻസ് കടന്നു പോവാതെ കേവലം പ്രാകൃതമായ മാർഗങ്ങൾ, അതായത് 6 ഫോട്ടോകൾ കാണിച്ച് ഇതിൽ നിന്ന് ഏതാണ് സുരേഷ് പൈ എന്ന് തിരിച്ചറിയാൻ പറയുകയും മന്ത്രി കെ ബാബു അപ്പോൾ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ നിറം പറയാൻ പറയുകയും കെ ബാബുവിൻ്റെ ഓഫീസിലെ കാർപ്പറ്റിൻ്റെ നിറം എന്താണെന്ന് ചോദിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യകരമായ ചില ചോദ്യം ചെയ്യലുകൾ തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്. അത് അബദ്ധജടിലമാണ് എന്ന് ആർക്കും പറയാനാവുന്നതാണ്. സൗമ്യ, ഒരു ഘട്ടത്തിൽ ജീവൻ നമ്മൾ കണ്ടതാണ്. സുകേഷിന്റെ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ടുണ്ടായ ഇടപെടലുകൾ വിജിലൻസ് കോടതി കൃത്യമായി തന്നെ നിരീക്ഷിച്ച ഒരു ഘട്ടം, പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും ഒരു വലിയ തിരിച്ചടി വരുന്ന സാഹചര്യമൊക്കെ. ഇവിടെ കെ ബാബുവിൻ്റെ എൻ രമേശിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ വളരെ ക്ലീനായി സാഹചര്യങ്ങൾ ഒന്നും എടുത്തു പറയാതെ തന്നെ ബാബു കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ ഒരു കേസ് ചാർജ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് കൂടി പറയുമ്പോൾ, നിലവിൽ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സമാനമായ ഒരു സാഹചര്യം ഈ വിഷയത്തിലേക്കും എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? സൗമ്യ, കെ എം മാണിയുടെ കേസിൽ അമ്പിളി എന്ന ദൃക്സാക്ഷിയുടെ മൊഴിയാണ് കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കുടുക്കിയത് എന്ന് നമുക്കറിയാം. കാരണം താൻ പണം കൈമാറ്റം ചെയ്യുന്നത് നേരിൽ കണ്ടു എന്ന് പറയുന്ന സാക്ഷി. ആ സാക്ഷി ഇവിടെ അവർ ചെയ്യുന്നത് റസീഫ് ഒരു ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഈ കേസിലും ഉണ്ടായിരിക്കുന്നു. കാരണം റസീഫ് എന്തിനന്ന് അവിടെ വന്നു എന്ന് റസീഫ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മന്ത്രി കൈക്കൂലി നേരിട്ട് വാങ്ങുമോ എന്ന് അറിയുന്നതിൻ്റെ കൗതുകം കൊണ്ടാണ് ഞാൻ നേരിട്ട് റസീഫിൻ്റെ അടുത്ത് ചെന്നത്, റസീഫ് മന്ത്രിയുടെ അടുത്ത് ചെന്നത്. അതായത് മന്ത്രിമാർ കൈക്കൂലി വാങ്ങുന്നത് താൻ പറഞ്ഞു കേട്ടിട്ടാണുള്ളത്. എന്നാൽ ഇത്തരത്തിൽ യാദർച്ഛികമായി ബിജു രമേശിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ പണം ഒരു ബാഗിലേക്ക് മാറ്റുന്നത് കണ്ടു. എന്തിനാണിതെന്ന് ചോദിച്ചപ്പോൾ മന്ത്രി കെ ബാബുവിന് പണം കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് അവിടെ വെച്ച് ബിജു രമേശ് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരു മന്ത്രി പണം വാങ്ങുമോ, എങ്കിൽ അതൊന്ന് എനിക്ക് നേരിൽ കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന സാക്ഷിയാണ്. ആ സാക്ഷിയെ എങ്ങനെയാണ് വിജിലൻസ് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സായി മാറ്റി നിർത്തുന്നത് എന്നത് തികച്ചും വൈരുദ്ധ്യകരമായ ഒരു കാഴ്ചയാണ്. രണ്ട്, റസീഫിൻ്റെ വ്യാജബിരുദ സർട്ടിഫിക്കറ്റുകൾ, വ്യാജബിരുദ കേസിൽ പ്രതിയായ വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയാണെങ്കിൽ എന്തുകൊണ്ട് റസീഫിൻ്റെ പേരിൽ അവർ കുറ്റപത്രം ഫ്രെയിം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മ്യൂസിയം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് തിരിച്ചെടുക്കാനാവുന്നില്ല? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും വിജിലൻസിന് മറുപടിയില്ല. പകരം ചില തൊടുന്യായങ്ങൾ പറഞ്ഞ് മന്ത്രിയെ കുറ്റമുക്തനാക്കുന്ന റിപ്പോർട്ട് തട്ടിക്കൂട്ടിയിരിക്കുകയാണ് വിജിലൻസിൻ്റെ ഡിവൈഎസ്പി എൻ രമേശ്. കേസിന്റെ സാഹചര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ ജീവൻ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കേസിന്റെ നിലവിലെ സാഹചര്യം, നിലവിലെ സാധ്യതകൾ കൂടി നിലവിൽ പ്രധാനമായും ബിജു രമേശ് കോടതിയിൽ കൊടുത്തിട്ടുള്ള രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെ ബാബുവിനെതിരായ QV റിപ്പോർട്ട് ഉണ്ടായത്. എന്നാൽ കെ ബാബുവിനെതിരെ നിലവിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അതിനുശേഷം ഈ കാര്യത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ കെ ബാബുവിനെ പരിപൂർണമായി വെള്ളപൂശുകയും സാക്ഷിമൊഴികളിൽ പ്രഥമ ദൃഷ്ട്യാ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനും ആണ് അവർ ചെയ്യുന്നത്. ഈ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കടുത്ത നിയമ പോരാട്ടങ്ങളിലേക്ക് പോകുമെന്ന് ബിജു രമേശും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായും കെ ബാബുവിനെതിരായ കേസ് കോടതി കയറാൻ പോവുകയാണ്. തീർച്ചയായും അങ്ങനെ കോടതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാണിക്ക് കോടതിയിൽ നിന്ന് ഡയറക്റ്റായി തന്നെ തിരിച്ചടി കിട്ടിയ സാഹചര്യവുമുണ്ട്. പക്ഷേ ഈ ഒരു QV റിപ്പോർട്ട് എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്ന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കാൽക്കുലേഷൻ ഉണ്ടോ? ഈ ഒരു QV റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാമെന്നൊരു കാൽക്കുലേഷൻ ഉണ്ടോ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ 5 മാസം കൂടിയേ സർക്കാരിന് കാലാവധിയുള്ളൂ. സൗമ്യ, ഈ കാര്യത്തിൽ മാണിയുടെ കാര്യത്തിൽ ഉണ്ടായത് തുടരന്വേഷണത്തിലുള്ള വിജിലൻസ് തന്നെ സ്വമേധയാ തുടരന്വേഷണം കോൾ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ തുടരന്വേഷണം നടത്താൻ വിജിലൻസ് തയ്യാറാവുന്നില്ല.
ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ വിജിലൻസ് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ റീകോൾ ചെയ്യേണ്ടതായി വരും. ഈ കേസിൽ നിലവിൽ ബിജു രമേശ് തന്നെയാണ് സാക്ഷിയായി വന്നിരിക്കുന്നത്. എന്നാൽ കേസിൽ പരാതിക്കാരെങ്കിലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും കോടതിക്ക് ഈ കാര്യത്തിൽ തുടരന്വേഷണം ഉത്തരവിടേണ്ടതായി വരും. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണെങ്കിൽ കെ ബാബുവും രാജിവെക്കേണ്ടതായി വരുന്ന സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ സംജാതമാകുകയും ചെയ്യും. സൗമ്യ, ഒരുപക്ഷെ നിലവിലെ ഒരു UDF രാഷ്ട്രീയം കൂടി പരിശോധിച്ചാൽ ഒരു പക്ഷേ പല ബാർഗൈനിങ്ങുകളുടെ പശ്ചാത്തലത്തിലും മാണിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ട ഒരു അവസ്ഥ കോൺഗ്രസിനുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് പോലും കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാത്ത ആൾ കൂടിയാണ് കെ ബാബു. ആ സാഹചര്യത്തിൽ ഇനി ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോയാൽ അങ്ങനെ കൃത്യമായി ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യണ്ട എന്നൊരു നിലപാട് പൊതുവിലില്ലേ? നിലവിൽ അത്തരമൊരു നീക്കം എ ഗ്രൂപ്പിനുള്ളിലില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കെ ബാബുവിനെതിരായ ആണ് ഇനി രണ്ടാമതായി പുറത്തു വരുന്നത് എന്നിരിക്കെ ഈ ഘട്ടത്തിൽ പൊതുവിൽ ഗ്രൂപ്പും പാർട്ടിയും കെ ബാബുവിനുള്ള പരിപൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ കെ ബാബുവിനെയും കൈവിട്ടുകൊണ്ട് അവർക്ക് പ്രതിച്ഛായ രക്ഷിക്കേണ്ടതായി വരും. സൗമ്യ, ഒരുപക്ഷെ ജീവൻ ആദ്യം മുതൽക്കേ തന്നെ ഉള്ള ഒരു ആക്ഷേപമാണ്. പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി അതിലേക്ക് പോകേണ്ടതുണ്ട്. അതായത് മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിയുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് നീതിയാണ് നടപ്പാക്കപ്പെടുന്നതെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നാൽ അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. അവിടെയാണ് കെ ബാബുവിന്റെ QA റിപ്പോർട്ട് വളരെ പ്രാധാന്യം ോടുകൂടി തന്നെ വായിച്ചെടുക്കേണ്ടത്. വരികൾക്കിടയിൽ കൂടി വായിക്കുകയാണ് ചെയ്യേണ്ടത്. കൃത്യമായി കോഴ നൽകിയ സാഹചര്യവും അത് ഡയറക്റ്റായി അതിനുള്ള ദൃക്സാക്ഷികളും വളരെ ക്ലീനായി നിലനിൽക്കുകയാണ്. QA റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോയാൽ QA റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ അതിന്റെ വരികൾക്കപ്പുറത്തേക്ക് നിന്ന് വായിച്ചെടുത്താൽ. ജീവൻ, സൗമ്യ, ബിജു രമേശ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 കൊടുത്തിരിക്കുന്ന രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിൻ്റെ എറണാകുളം സ്പെഷ്യൽ യൂണിറ്റ് ഈ കേസ് QV കണ്ടസ്റ്റ് ചെയ്തത്. അതിൽ ബിജു രമേശിൻ്റെ ആരോപണം പൂട്ടിയ ബാറുകളുടെ ബാറുകളുടെ ലൈസൻസ് ഫീ 23 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷമാക്കി ഉയർത്താൻ 2013 എക്സൈസ് കമ്മീഷണറും ടാക്സ് സെക്രട്ടറിയും പങ്കെടുത്ത യോഗത്തിൽ വെച്ച് തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്ന് കെ ബാബു പറഞ്ഞു. എന്നാൽ നിലവിലുള്ള ലൈസൻസ് ഫീയിൽ തന്നെ നിജപ്പെടുത്തണമെന്നതായിരുന്നു ബാർ ഉടമകളുടെ അഭിപ്രായം. അതേ തുടർന്ന് ബാറുടകളുമായുള്ള വിലപേശലിനെ തുടർന്ന് പഴയ നികുതി ഘടനയിലേക്ക്, അതായത് 23 ലക്ഷമാക്കി നിജപ്പെടുത്തി. സംസ്ഥാന ഖജനാവിന് 7 ലക്ഷം രൂപ ഒരു ബാറിൽ നിന്ന് നഷ്ടമുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിന് സംഭവിക്കുകയും ചെയ്തു എന്നതായിരുന്നു ആരോപണം. ഈ ആരോപണത്തിന് ഉപോത്ബലകമായി ബിജു രമേശ് പറയുന്നത് 10 കോടിയിൽ 50 ലക്ഷം രൂപ താൻ നേരിട്ട് മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ കൊണ്ടുവച്ച് കൊടുത്തു. ആ സമയത്ത് തന്നോടൊപ്പം ഫിനാൻസ് മാനേജർ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. തന്നോടൊപ്പം ഫീസ് എന്ന ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ആ സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. താൻ കെ ബാബുവിന് പണം കൊടുത്തപ്പോൾ കെ ബാബു തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന പണം സുരേഷ് പയ്യോട് എടുത്തുകൊണ്ട് തൻ്റെ സ്റ്റേറ്റ് കാർ 8-ാം നമ്പർ കാറിൽ കൊണ്ടുവെക്കാനായി പറഞ്ഞു. ആ പണവുമായി നേരത്തെ തങ്ങൾ കൊടുത്ത പണം സുരേഷ് പൈ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവെക്കുന്നത് തങ്ങൾ കണ്ടു. ഇന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ വളരെ കൃത്യമായി പറഞ്ഞത്. എന്നാൽ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് ഈ ക്ലോസ് ചെയ്യാനാണ് വിജിലൻസ് ശ്രമിച്ചത്. എന്നാൽ ബാർ ഉടമകൾക്ക് വേണ്ടി പണം പിരിച്ചു എന്നതിന് തൃശ്ശൂരിലെ ബാറുടമ സംഘടനാ നേതാവ് CD ജോഷി വിജിലൻസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. സൗമ്യ, ഇവിടെ നമുക്കറിയാം ഏതായാലും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബാർക്കോഴയിൽ കെ മാണിക്കപ്പുറത്ത് നിന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്ന കെ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട QV റിപ്പോർട്ട്, അതിന്റെ പകർപ്പാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. സാക്ഷി മൊഴികൾ കണക്കിലെടുത്തില്ല എന്ന് ആ റിപ്പോർട്ട് വായിച്ചാൽ വ്യക്തമാകുന്നതാണ്. സാക്ഷികളെ കൺഫ്യൂഷനിലാക്കത്തക്ക രീതിയിലുള്ള ഒരു നീക്കമാണ്, ഒരു ചോദ്യം ചെയ്യലൊക്കെ തന്നെയാണ് നടന്നത് എന്ന് കൂടി വ്യക്തമാകുന്നുണ്ട്.